അതിനുശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയെയും കൂട്ടരെയും അടിച്ചിറക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി വിജയം വരിച്ചതിന് ശേഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണ നായകൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തന്നെയാണ്. ഒരുപക്ഷെ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ ഇത്രമേൽ കഴിവുള്ള മറ്റൊരു നേതാവ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യവും. കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിന് SNDP യോഗവും ശ്രീനാരായണ ഗുരുവും നൽകിയ വലിയ സംഭാവനകളെക്കുറിച്ചുമായിരുന്നു ആദ്യ പൊതുയോഗസ്ഥലമായ നെയ്യാറ്റിൻകരയിൽ VS സംസാരിച്ചത്. SNDPയെ RSSന്റെ തൊഴുത്തിൽ കെട്ടാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ശ്രമങ്ങളെ VS ശക്തമായി വിമർശിച്ചു. കേരളത്തിൽ മറ്റൊരു വിദ്വാനുണ്ട്, RSS BJP സംഘപരിവാറിന്റെ കൂടെ ചേർന്ന് SNDP യോഗത്തെയും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെയും അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ട് തുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. RSS BJP സംഘപരിവാറുമായി കൂട്ടുചേർന്ന് വലിയ കൊള്ളയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിൽ 2 ദളിത് കുട്ടികളെ തീവെച്ച് കൊലപ്പെടുത്തിയ സംഭവം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയിൽ RSS നടപ്പിലാക്കുന്ന വർഗീയ അജണ്ടകളെ ചെങ്കോട്ടെ പൊതുയോഗത്തിൽ VS തുറന്നു കാട്ടിയത്. 2 കുഞ്ഞുങ്ങളെ, ആദിവാസികളായ കുഞ്ഞുങ്ങളെ, 4ഉം 2ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്നത്, പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊല്ലുകയാണ് ചെയ്യുക. RSSന്റെ അഭിപ്രായത്തോട്, BJPയുടെ അഭിപ്രായത്തോട്, ജനസംഘത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാത്തവരാണ് പിന്നോക്ക ജനവിഭാഗങ്ങൾ എന്ന് വന്നപ്പോൾ കേസൊന്നുമില്ല, ചുട്ടുകൊല്ലുക. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതി കഥകളും വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റവുമായിരുന്നു നെടുമങ്ങട്ടെ VS അച്യുതാനന്ദന്റെ പ്രസംഗ വിഷയം. നമ്മുടെ സംസ്ഥാനം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ 4.5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വില വണം പോലെ കുതിച്ചു കയറുമ്പോഴും ചാണ്ടിക്ക് ഒരു ഭാവ വ്യത്യാസവും. VSന്റെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അടുത്ത 10 ദിവസങ്ങളിലായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ VS അച്യുതാനന്ദനെത്തും.